ഒരു 6 അടിക്കാരനക്കും ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം ഇവരുടേതാണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനകത്തെല്ലാം ഒരു ലോഗോ കൊടുക്കാറുണ്ട്. ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഭാഗത്തും മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോകൾ നമുക്ക് കാണാൻ പറ്റുമോ. ആംബിയൻ ലൈറ്റിംഗ് കാണാം. 64 കളർ ആംബിയൻ ലൈറ്റിംഗ് ഈ വാഹനത്തിനകത്തുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് സ്പോട്ടാട്ടോ. സ്പോർട്ട് മോഡിലാണ് ഇപ്പോൾ ഇത്രയും പെർഫോമൻസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പോഷ് ഇൻറ്റീരിയർ എന്ന് വിശേഷിപ്പിക്കാം. ഇന്ന് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ളതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ലിറ്റർ എൻജിൻ അത് മെഴ്സിഡീസ് ബെൻസിൻ്റെ കയ്യിലാണ് എന്ന് പറയേണ്ടി വരും. അവിടെ M193 എന്ന് പറയുന്ന 2 ലിറ്റർ 4 സിലിണ്ടർ എൻജിൻ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മോഡലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ A45S എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ കൂടെയാണ് എന്ന് പറയേണ്ടി വരും. ഇന്ന് അവൈലബിളായ ഹാച്ച് പാക്കുകളിൽ അല്ലെങ്കിൽ ഹോട്ട് ഹാച്ചുകളിലെ രാജാവാണ് ഈ വാഹനം എന്ന് വിശേഷിപ്പിക്കാം. ഇതിനൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് A45S ഒരു ഓറഞ്ച് കളർ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അജ്ഫാൻ ഗാരേജിൻ്റെ മുമ്പിലാണ്, മീൻസ് അവരുടെ വീട്ടിലാണ്. അജ്ഫാൻ ഗാരേജിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു A45S. അതിനെ ലിമിറ്റഡ് എഡിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. A45S ഒരുപാട് കാലമായിട്ട് വാഹന വിപണിയിലുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഏറെക്കുറെയൊക്കെ ലുക്ക് വൈസ്, എൻജിൻ വൈസ്, ഇൻറ്റീരിയർ വൈസ് ഒക്കെ ഒരുപാട് സാദൃശ്യമുണ്ട് ഇതിന് മുമ്പുള്ള മോഡലായിട്ട്. എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യം പറയാം. ഇതിങ്ങനെ കാണുന്ന സമയത്ത് പാൻ അമേരിക്കാന ഗ്രില്ല് കാണാം, മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ കാണാം. അപ്പോൾ നിങ്ങൾ ഒരു കേവലം മെഴ്സിഡീസ് ബെൻസാണ് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് മെഴ്സിഡീസ് ബെൻസാണ് എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഇതൊരു AMG വാഹനമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അവൈലബിൾ ആയ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ലിറ്റർ എൻജിനുമാണ് എന്നുള്ളതാണ്. ഏകദേശം 415 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്നു, 500 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അതിനു മുമ്പ് ഓറഞ്ച് കളർ എന്ന് പറയുന്ന ഒരു ക്ലൂ ഞാൻ നേരത്തെ നൽകിയിരുന്നു. രണ്ടാമത്തെ ക്ലൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എയർപോർട്ടിലും കൊച്ചിയിലെ റോഡുകളിലുമൊക്കെ ആ വാഹനത്തെ ഇങ്ങനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലൂ. അറിയുന്നവർ വേഗം കമൻറ്റ് ചെയ്യുക. അതിനിടയിലൂടെ ഞാൻ ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ AMG ഗ്രിൽ, അതായത് ആ ഒരു പാൻ അമേരിക്കാന ഗ്രില്ല് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ ഒരു ഭാഗത്ത് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്ഷണലായിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡി ഡ്രില്ല് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി ഒഴിവാക്കിയേക്കാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ വലിയ സ്റ്റാർ ലോഗോ കാണാം. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്റ്റാർ ലോഗോ ആണ് കൊടുക്കാറുള്ളത്. പക്ഷേ AMG വാഹനം ആയതുകൊണ്ട് തന്നെ AMG ലോഗോയാണ് അവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ലാമ്പ് യൂണിറ്റിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന DR ഒരു L ഷേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ DR കൂടി വന്നിട്ടുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റും പുതിയതാണ്. ലുക്ക് വൈസ് പഴയതുപോലെ തോന്നും, പക്ഷേ അതിനകത്തുള്ള മെറ്റീരിയൽസ് ഒക്കെ കാര്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു ബമ്പർ യൂണിറ്റ് കാണാം. അതിനകത്ത് ആക്റ്റീവ് എയർ ഇൻടേക്സും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ ലിപ്പ് ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് കാണാം. മൊത്തത്തിൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് മെഴ്സിഡീസ് ബെൻസിൻ്റെ DNA അത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഹോട്ട് ഹാച്ച് ആണ് എന്നുള്ളത് വലുപ്പത്തിലും മനസ്സിലാക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കോമ്പാക്ട്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ഉയരം കുറഞ്ഞ രൂപവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരാൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഹൈറ്റ് വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. 19 ഇഞ്ച് വീലുകൾ കാണാം. ബ്ലാക്ക് സ്പോക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യെല്ലോ ബ്രേക്ക് കാലിപ്പേഴ്സും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് നമുക്ക് വിസിബിൾ ആവുന്നുണ്ട്. ഇത് സെയിം വീൽ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന, വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. AMG എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഹൈലൈറ്റ് അവിടെ കാണാം. ടേബോ ഫോർമാറ്റിക് പ്ലസ്, അതായത് ഓൾ വീൽ ഡ്രൈവ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ്. സൈഡ് വ്യൂ മിറർ, അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടില്ല, ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിനകത്താണ് വന്നിട്ടുള്ളത്. ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് ആൻ അപ്ഗ്രേഡ്. താഴെ സിൽ ഭാഗവും നമുക്ക് ഒരു ബ്ലാക്ക് എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡും മെഴ്സിഡീസ് ബെൻസിൻ്റെ DNA തന്നെയാണ്. അങ്ങനെ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്ത് പറയാനില്ല. ഇനി നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. ഒരു കാര്യം കൂടി പറയാം, ഇതിനൊരു ആക്സസറീസ് സ്പോയിലർ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഓപ്ഷനിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ബോഡിയിൽ നിന്ന്. മെഴ്സിഡീസ് ബെൻസിൻ്റെ സ്റ്റാർ ലോഗോ, ടെയിൽ ലാമ്പ് യൂണിറ്റ് ചെറിയൊരു ഡിഫറൻസോട് കൂടിയാണ് വന്നിട്ടുള്ളത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ്. ഈ മെഴ്സിഡീസ് ബെൻസ് വാഹനങ്ങൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ LC ചെയ്ത സമയത്ത് ലെക്സസിൻ്റെ LC ചെയ്ത സമയത്ത് സ്ക്രൂ ലെക്സസിൻ്റെ ആണെന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഇവരുടേതാണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനകത്തെല്ലാം ഒരു ലോഗോ കൊടുക്കാറുണ്ട്. ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഭാഗത്തും മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോകൾ നമുക്ക് കാണാൻ പറ്റുമോ. 2 പാർട്ടാണ്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ടെയിലിലേക്ക് കയറി നിൽക്കുന്ന ഭാഗമാണ്. ഇനി
വൈപ്പർ നോക്കിയാൽ വൈപ്പറിനകത്ത് മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ കാണാം. അങ്ങനെ ഇവർ കൊടുത്തേക്കുന്ന ആക്സറീസിനകത്തെല്ലാം തന്നെ, ആക്സറീസ് അല്ല മീൻസ് പാർട്സിനകത്തെല്ലാം തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് രണ്ട് തരത്തിൽ ഉപയോഗമുണ്ട്. ഒന്ന്, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നവർക്ക് ഇത് റീപ്ലേസ് ചെയ്താണെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റും, മീൻസ് ആഫ്റ്റർ മാർക്കറ്റ് ആണോ എന്നുള്ളൊരു കാര്യം. A45S എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, AMGയുടെ ബാഡ്ജിങ്, AMGയുടെ കോഡ് എക്സോസ് സിസ്റ്റവും നമുക്ക് കാണാൻ പറ്റും. കോഡ് എക്സോസ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് രണ്ടെണ്ണം ഫാൻസിയാണ്, 2 എക്സോസ്റ്റാണ് ശരിക്കും അപ്പുറം ഇപ്പുറം ഉള്ളത്, ആ തരത്തിലാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിഫ്യൂസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ ഭാഗത്താട്ടോ ശരിക്കും എക്സോസ്റ്റ് വരുന്നത്, ഇതാണ്. പക്ഷേ ഒരു കാര്യം, ഡീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. AMG എക്സോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ 4 എക്സോസ്റ്റുമലും AMG എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഫേക്ക് എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മെർസിഡീസ് ബെൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതെന്തിനാണ് മെർസിഡീസ് ബെൻസ് ചെയ്യണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു റിയർ പ്രൊഫൈലാണ്, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ബാക്ക് ഭാഗത്തെ ഇഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ട് ഹാച്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട്. പക്ഷേ സ്പെയർ വീൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതും മെർസിഡീസ് ബെൻസ് ഇടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്. സ്പെയർ വീലിന് അതിനകത്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, 2 ഭാഗത്തുണ്ട് കേട്ടോ. പാർസൽ ട്രേ, ഹുക്ക്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ്, ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് ഇവിടെ കാണാം, അത് 2 ഭാഗത്തും ഹുക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. സ്പെയർ വീല് എപ്പോഴും ഇതിനകത്ത് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അത്രയും സ്പെയർ വീലിൻ്റെ ആവശ്യം വരിക തോന്നുന്നു. എനിവേ റിയർ ക്യാമറ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മെർസിഡീസ് ബെൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തേക്ക് ഹൈഡ് ചെയ്ത് വെച്ചേക്കാനാണ്. റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് മാത്രമാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക, അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയില്ല, ഞാൻ നല്ല നീളമുള്ള ആളാണ്, ഞാനിതിനകത്ത് എങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. ലെറ്റ്സ് സീ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഈ വാഹനത്തിൻ്റെ ഓറഞ്ച് കളർ കൊച്ചിയിലെ റോഡ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലൂ തന്നിരുന്നു. 3ാമത്തെ ക്ലൂ ബിഗ് M എന്നുള്ളതാണ്. അത് മറ്റേതുമല്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം AMG A45S എന്ന് പറയുന്ന ഈ മോഡലാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അദ്ദേഹത്തിന് ഒരുപാട് വണ്ടികളുണ്ട്. എന്നാൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തെ സ്പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ആ ഒരു ഓറഞ്ച് കളർ, അദ്ദേഹത്തിന് വേണ്ടി മാത്രം സ്പെഷ്യൽ എഡിഷൻ ആക്കി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കളർ അദ്ദേഹം ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ കണ്ട AMG A45S ഇതായിരുന്നു സെക്കൻഡ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ സെക്കൻഡ് ഇതായിരിക്കും വാങ്ങിയത് പ്രകാരം. അത് ആണ് എന്നുള്ളതിനൊരു തർക്കം ജനറേറ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ കണ്ടത് ഇതായിരുന്നു സെക്കൻഡായിട്ട് ഫോട്ടോ സ്പോട്ട് ചെയ്തത്. ഇത് എന്താ പറയുക, അങ്ങനൊരു ഹൈലൈറ്റ് കൂടി ഈ വാഹനത്തിലുണ്ട് എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മെർസിഡീസ് ബെൻസിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ മെർസിഡീസ് ബെൻസ് വളരെ കുറവാണ്. അതിൽ തന്നെ ഒന്ന് മേബാക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം A45S ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിച്ചുള്ളൊരു കാര്യം, എൻജിൻ സ്പെക്കുകൾ നല്ലതായിട്ടുള്ള വാഹനങ്ങളാണ്. അദ്ദേഹം ഇതെടുക്കാണ്ടായ കാരണം ഒരുപക്ഷെ അതന്നെ ആയിരിക്കും എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഓണർ എന്തുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളത് നമുക്കിതിൻ്റെ ഓർഡറെ കാണുന്ന സമയത്തും കൂടി ഒന്ന് ചോദിക്കണമല്ലേ, അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലോ. അതിന് മുമ്പ് ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഇൻറ്റീരിയർ വിശദമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനകത്തൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവുക, അല്ലെങ്കിൽ വാഹനം അങ്ങനെ ഒരു ഗുഡ് സ്മെല്ലിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഒരുപാട് ആൾക്കാർ പല പ്രൊഡക്ട്സും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാർ അതിന് മൈഗ്രെയിൻ വരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ലൈഫ് കിട്ടുന്നില്ല, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇൻവോൾവ് 1 കുറിച്ചാണ്. ഇൻവോൾവ് 1 ഒരുപാട് കാലമായിട്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്രൻറ്റുകൾ അവർക്ക് അവൈലബിൾ ആണ്. മസ്ക് ഉണ്ട്, ഫ്രഞ്ച് വുഡ് ഉണ്ട്, അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ അവർക്ക് അവൈലബിൾ ആണ്. നിങ്ങളതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. 150 രൂപയാണ് ഇതിന് വില വരുന്നത്. 2 to 3 months എന്തായാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. UAE-ലുള്ള ആൾക്കാർ പേടിക്കേണ്ട, അവർക്ക് ആമസോണിനകത്തും ഇത് ഡെലിവറി കിട്ടും. ആമസോണിനകത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഞാൻ കിട്ടുന്നതാണ്. അപ്പോൾ ലിങ്കും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ടാക്സിലും ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, ലെതറും അൽക്കണ്ടാറ മെറ്റീരിയലും. ഇവിടെ അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്ത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പവർ വിൻഡോ കൺട്രോൾസും മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഡോർ ഹാൻഡിൽസ് ഇവിടെ നമുക്കൊരു സിൽവർ ടച്ചാണ് കൊടുത്തേക്കുന്നത്. അതിനകത്താണ് സീറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഹീറ്റഡ് സീറ്റുകൾ വന്നിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം കാണാം. ഒരു യെല്ലോ സ്റ്റിച്ചിങ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് എല്ലായിടത്തും കാണാം. അത് ഈ ഒരു A45S ഒരു തീമാണ്. അത് സീറ്റിലേക്ക് വരുന്ന സമയത്തും കാണാം. എക്സ്റ്റൻഡ് തൈ സപ്പോർട്ട് ഉണ്ട്. ഒരു ബക്കറ്റ്
കൂപ്പേ സ്റ്റൈൽ സീറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്പോർട്ടി സീറ്റ്. ശരിക്കും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഡ്രൈവ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും പുഷ് ബാക്ക് വരും. ആ ഒരു പുഷ് ബാക്കിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ക്രമീകരിച്ചുള്ളത്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൂടി പറയാം. പുതിയ സ്റ്റിയറിംഗ് വീലാണെന്ന് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം കമ്പയറിംഗ് ടു ദ പ്രീവിയസ് മോഡൽ. അതിനകത്ത് ആ ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്തു. ഡ്രൈവിംഗ് ആ ഒരു സ്ഥലത്ത് ശരിക്കും ആ ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എപ്പോഴും സ്വെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലെതറിനകത്ത് സ്ലിപ്പ് ആവുമെന്ന് ചിലപ്പോഴൊക്കെ പലരും മെൻഷൻ ചെയ്യാറുണ്ട്. ആ ഒരു പരിപാടിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ ഓവർകം ചെയ്യുന്നതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു യെല്ലോ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിനകത്ത് ടച്ച് ബട്ടൺസും കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അത്ര ഫാനല്ല. എന്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടച്ച് ബട്ടൻ്റെ. കാരണം ആക്സിഡൻ്റലി വോളിയം അപ്പ് ആവാനും ആക്സിഡൻ്റലി ഇത് ഓണാവാനും ഒക്കെ ഈ ഒരു ടച്ച് ബട്ടണിലൂടെ സംഭവിക്കും എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിനകത്ത് കയറി വന്നിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ കൈതട്ടി കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബാക്കിലേക്ക് പോകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷേ സ്റ്റിൽ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂസ്ഡ് ടു ആവും എന്നുള്ളതാണ്. ഇനി ഹൈറ്റിനെ കുറിച്ച് കൂടി പറയാം. എൻ്റെ തല ചെറുതായിട്ട് തട്ടുന്നുണ്ട്. ഓക്കെ, ഈ സംഭവം ശരിക്കും മമ്മൂട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കൊച്ചിയിൽ പുള്ളി ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. ആ സമയത്ത് ഞാനും ഇങ്ങനെ ആലോചിച്ചിരുന്നു പുള്ളി എങ്ങനെ അതിനകത്ത് ശരിക്കും ഇരിക്കണമെന്നുള്ളത്. ഇരിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് തല ചെറുതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺറൂഫ് ഉള്ളതുകൊണ്ട് എനിക്കൊരു 4 വിരലിൻ്റെ ഗ്യാപ്പ് സൺറൂഫിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് തട്ടുന്നത്, അതായത് ഈ സൈഡിൽ. അപ്പോൾ കയറി ഇരിക്കാനുള്ള ചെറിയൊരു ശ്രദ്ധ വേണം. തല മുട്ടൂല കയറുമ്പോൾ. പക്ഷെ എന്ത് കഴിഞ്ഞാലും ഒരു ചെറിയ ശ്രദ്ധ വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലൊക്കെ ഇവിടെ തല തട്ടും. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 4 വിരൽ ഗ്യാപ്പ് ഉണ്ട് സൺറൂഫിൻ്റെ ഈ ഷെയ്ഡിൻ്റെ ഭാഗത്ത് മാത്രം. അത് നിങ്ങൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. സൺറൂഫിൻ്റെ ഭാഗം കുറച്ച് ഉള്ളിലേക്ക് കയറി നിൽക്കുകയാണ്, ഈ ഭാഗം കുറച്ച് താഴ്ന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല, അവിടെ ആ ഭാഗം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ കൺട്രോൾ, സ്പോർട്സ് പ്ലസ്, അഡ്വാൻസ്ഡ്, ഡൈനാമിക്, റേസ് മോഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ നമുക്കിവിടെ കാണാം. ഇൻഡിവിജ്വൽ അത് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയാണ് കൊടുത്തത്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ എക്സോസ്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോ ഹോൾഡ്, AMG ഡൈനാമിക്സ്, എക്സോസ്റ്റ്, അങ്ങനെ അങ്ങനത്തെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇത് ഡ്യുവൽ ഫംഗ്ഷൻ ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ, അതാണ് കൊടുത്തിട്ട്. സീരീസ് ബസ്സിൽ ലോഗോ വേണം. ഇതാണ് ഹോൺ വരുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ MBUX സിസ്റ്റം. അത് പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ മെർസിഡീസ് ബെൻസിനകത്ത് വരുന്നത്. അത് അതേപോലെ തന്നെയാണ് കൊടുത്തുള്ളത്. ടച്ചാണ്. സാധാരണഗതിയിൽ മെർസിഡീസ് ബെൻസിന് ഇവിടെ നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവാറുണ്ട്. ഈ കൺട്രോൾ യൂണിറ്റ് പ്രകാരമാണ് മെർസിഡീസ് ബെൻസ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ മാറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. എനിവേ ഇതിവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. അതിനകത്ത് ആ ഒരു സ്പോർട്ടി അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഇനി തോന്നുന്നു ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഉണ്ടോ, നമുക്ക് ഏത് തരത്തിലേക്ക് ഇതിപ്പോൾ ട്രാക്ക് റേസ് റിലേറ്റഡ് ആണ്. സോ അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ്. ഈ ബട്ടൺസിൻ്റെ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വെറുതെ ആക്സിഡൻ്റലി ഉണ്ടോ കൈ വെറുതെ ഇങ്ങനെ അവിടെ അത് വന്ന് ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ AMGൻ്റെ ഒരു ബാഡ്ജിങ്ങും ആ ഒരു കളർ ടോൺ ഹൈലൈറ്റ്സ് ഒക്കെ നോക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു റേസ് ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആംബിയൻ ലൈറ്റിംഗ് കാണാം. 64 കളർ ആംബിയൻ ലൈറ്റിംഗ് ഈ വാഹനത്തിനകത്തുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റും. യെസ്, അത് സെറ്റിങ്സിനകത്ത് ഉണ്ടാവാറുണ്ട്. ആംബിയൻ ലൈറ്റിംഗ് ലൈറ്റ്സ് ഇത് ഇവിടെ ചേഞ്ച് ചെയ്യണ്ട. കളർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ അല്ലേ, മാറ്റി ആടാ ഒരു മൈ ബ്ലൂ സൺസെറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു കളർ മാറി. അങ്ങനെ 64 കളർ ടോണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ലെതർ റാപ്പിഡാണ്. ഇതും ലെതർ റാപ്പിഡാണ്. നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ AC വെൻസൊക്കെ ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. 5 AC വെൻസ് ഉണ്ട്. ഇവിടെ 3 എണ്ണം, അവിടെ 2 എണ്ണം ആയിട്ട് കൊടുത്തിരുന്നു. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ കൊള്ളാം. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ടച്ചിലേക്ക് കൊണ്ടുവരാത്തതും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി സെൻട്രൽ കൺസോൾ ഫുള്ളി പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫോൺ ഹോൾഡർ കാണാം. ഉണ്ടോ, വയർലെസ് ചാർജറാണ്. അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് നമുക്ക് ചെറുതാക്കണമെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ, നൈസ്. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഡൈനാമിക് കൺട്രോൾ. പിന്നെ ഈ ഒരു ഭാഗം ഇത് ശരിക്കും എന്തിനാണ് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. പക്ഷേ ഒരു ഫോണൊക്കെ ഇപ്പോൾ നമ്മൾ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെൻ്റെ ഫോണാണ് കേട്ടോ.
അങ്ങനെ ഒരു ഫോൺ സ്പേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിന് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ശരിക്കും ആ ഒരു കൺട്രോളായിരുന്നു, നമ്മളെ MBUX സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല, റിമോട്ട് അല്ലെങ്കിൽ ആ ഒരു ടച്ച് പാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് ഒഴിവാക്കിയിട്ട് ആ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു അതിനോട് ട്രിബ്യൂട്ടായിട്ട് നിലനിർത്തിയ പോലെയൊക്കെ എനിക്ക് തോന്നി. അത് സെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എന്ത് പർപ്പസിന് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ക്യാനൊക്കെ വെക്കാൻ പറ്റുമായിരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണെങ്കിൽ. എനിവേ ഇവിടെ ആംബ്രസ്റ്റ് കാണാം, ലെതർ തന്നെയാണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, C-ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഉണ്ടോ? ക്ലോസ് ചെയ്യാം. ഇനിയൊരു കാര്യം ഹൈറ്റിനെ കുറിച്ചാണ്. ഹൈറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും എൻ്റെ തല മുട്ടുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമുണ്ടോ, ഇവിടെ ഏകദേശം ഒരു 5 വിരൽ ഗ്യാപ്പ് എനിക്കുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൺറൂഫിൻ്റെ ഭാഗം കുറച്ച് ഉള്ളിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. സൺറൂഫ് ഉണ്ട് കേട്ടോ, പാനറബിക്കാണ്, പാനറബിക്ക് തന്നെ പറയാം. ശരിക്കും സിംഗിൾ പാൻ പോലെയാണ് തോന്നുന്നത്, പക്ഷേ വലിയ സൺറൂഫാണ്. വണ്ടി ചെറുതായതുകൊണ്ട് സിംഗിൾ പാൻ വലുതായതാണോ എന്ന് അറിയില്ല. കാരണം ബാക്കിലേക്കില്ല, ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇതിനെ പാനറബിക്ക് എന്ന് വിളിക്കണോ സിംഗിൾ പാൻ എന്ന് വിളിക്കണമെന്ന് എനിക്കല്ല, ഒരു സെമി പാനറബിക് സൺറൂഫ് എന്ന് വിശേഷിപ്പിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് ഇത് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് 6 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ചൂടകത്തേക്ക് വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ക്ലോസ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഭാഗം ചെറുതായിട്ട് എൻ്റെ തലയിൽ തട്ടും. അപ്പോൾ നമ്മളെന്തെങ്കിലും കാരണം വെച്ചാൽ ഇങ്ങോട്ടൊക്കെ നോക്കേണ്ടയോ അല്ലെങ്കിൽ തിരേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ തല തട്ടുന്ന പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. മുടി, തലയല്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അതായത് ഒരു 6 അടിക്കാരനക്കും ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മമ്മൂട്ടി, അദ്ദേഹവും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും അത് നല്ല രീതിയിൽ കംഫർട്ടായിട്ടായിരിക്കും അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ഡ്രോബാക്ക് ഈ വാഹനത്തിനകത്ത് എക്സ്റ്റൻഡ് തൈ സപ്പോർട്ടൊക്കെ കേട്ടോ, അത് ഡ്രോബാക്ക് അല്ല, അത് 2 സൈഡിലുണ്ട്. പക്ഷേ ഒരു ഡ്രോബാക്ക് ഞാൻ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. അതായത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കാളും നീളമുള്ള ഒരാൾ എതിർവശാൽ ഈ വണ്ടിക്കകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ, എന്നെക്കാളും നീളമുള്ള ആൾ കയറിയിരിക്കുമെന്ന് എനിക്കറിയാം. ഇനി അഥവാ കയറിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ പ്രീമിയം ആട്ടോ. ഓട്ടോമാറ്റിക് ഡൈനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം, ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് വിത്ത് മിറർ ലാമ്പ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. സീറ്റ് നോക്കിയാൽ എന്താ ഭംഗിയില്ല, ലെതർ ആൻഡ് അൽക്കണ്ടാറ മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ട് ആ ബോഡീനൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുകി ആ ഒരു പുഷ് ബാക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ, അതിനകത്ത് AMG ബാഡ്ജിങ് ഒക്കെ കൊടുത്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പോഷ് ഇൻറ്റീരിയർ എന്ന് വിശേഷിപ്പിക്കാം. റിയറിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഇരുത്തം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, തൈ സപ്പോർട്ടില്ല. സീറ്റ് ഒരു പ്രത്യേകതരം സീറ്റാണ്, ചെറുതാണ്, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലും എനിക്ക് കിട്ടുന്നുണ്ട്. മാക്സിൻ ഹോൾഡേഴ്സ്, അതായത് ഫയൽ പോക്കറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, ഇതെല്ലാം പ്ലാസ്റ്റിക്കിലാണ് ചെയ്തേക്കുന്നത്. ഫൈബർ എന്ന് പറയാം, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞില്ല. AC വെൻസ് കാണാം, പക്ഷേ റിയർ ക്ലൈമറ്റ് കൺട്രോൾസ് ഒന്നുമില്ല. ആ AC അതേപോലെ ഇവിടെയും പ്രൊജക്റ്റ് ചെയ്ത് തരും. ഇവിടെ നമുക്കൊരു C-ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. സെൻട്രൽ ടണൽ വന്നിട്ടുണ്ട്. തൈ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ ഇവർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വേണ്ട, കാല് വേറെ സ്ഥലത്തും സീറ്റ് വേറെ സ്ഥലത്തുമാണ്. ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിൽ കിട്ടണം, അത് ഞാൻ നേരത്തെ ബാക്കിൽ കിട്ടതാണ്. പക്ഷേ സ്റ്റിൽ എനിക്കൊരു 3 വിരൽ ഗ്യാപ്പ് ഉണ്ട്, 4 വിരൽ 4.5 വിരൽ ഗ്യാപ്പൊക്കെ ഒരു പക്ഷേ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തല മുട്ടുന്നില്ല കേട്ടോ, ഇവിടെ എനിക്ക് 5 വിരൽ ഗ്യാപ്പ് ശരിക്കലുണ്ട്. അത് ആ ബാക്കിലേക്ക് ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ആ ഒരു സൺറൂഫിൻ്റെ ഭാഗമൊക്കെ ഒഴിവായല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമാണ്. റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സ്പേസ് നല്ലതാണ്, നല്ല സ്പേസ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മെർസിഡീസ് കൊടുക്കുന്ന പോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് 2 എണ്ണം ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇപ്പുറത്തെ ആളില്ലെങ്കിൽ ഇവിടെ മാത്രം കപ്പ് ഹോൾഡർ മതിയെങ്കിൽ എനിക്ക് ഇവിടെ മാത്രം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. നൈസ്. ബാക്കിൽ ഓക്കെയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് പവർഫുൾ 2 ലിറ്റർ എൻജിൻ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു AMG ബാഡ്ജിങ് കാണാം, അതേപോലെ ഇവിടെയും നമുക്കൊരു AMG ബാഡ്ജിങ് കാണാം. അത് അവിടെ എന്തിനാണ് AMG ബാഡ്ജിങ് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ റോഡിനകത്താണ് അത് കൊടുത്തേക്കുന്നത്. ഫുള്ളി പാക്ക്ഡാണ്. കുറച്ച് എക്സ്ട്രാ സെറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെയാണ് തോന്നുന്നത്. അതുപോലെ അതെല്ലാം ഒരു അലുമിനിയം ഫോയിലിനകത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസുലേഷൻ നോക്കിയാൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻസുലേഷനാണ്. ഇവിടെ സാധാരണ ബ്ലാക്കും, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലുമിനിയം. നല്ല ഹീറ്റുണ്ട്. 421 ഹോഴ്സ് പവറും 500 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി ഇതിൽ കൂടുതൽ ഇതിനെന്തിനു വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ. ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ എന്തോ ഒരു സ്പാലിക്കാണ്, മറ്റേത് എനിക്ക് വായിക്കാൻ മനസ്സിലാവില്ല, മെഡിറ്റാഡ് സ്പാലിക്കോ, അവൻ തന്നെ കൈകൊണ്ട് എഴുതിയാൽ തോന്നുന്നുണ്ട്, വായിക്കാൻ മനസ്സിലാവണില്ല. എനിവേ ജർമ്മനിയിൽ അസംബിൾ ചെയ്തിട്ടുള്ള എഞ്ചിൻ, അത് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന ആളുടെ പേരാണ് ആ കൊടുത്തേക്കുന്നത്. 8 സ്പീഡ് ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്.
ബാക്കിയൊക്കെ എഞ്ചിനെ കുറിച്ച് എങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടും അത് ഡ്രൈവ് ചെയ്തിട്ട് പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മമ്മൂട്ടി എടുത്തതിനൊരു പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇദ്ദേഹം എന്തുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതാണ് അമീർ മുഹമ്മദ്. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഒരു അജ്ഫാൻ പ്രതിനിധി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. പക്ഷേ വെഹിക്കിളിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ G-Wagon എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട വണ്ടി നമ്മൾ വീഡിയോ എടുത്തതായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അമീർക്ക അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. ഇവർ 3 ആൾക്കാരാണ് അജ്ഫാൻ. ഫഹദ്ക്ക അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല. ഫഹദ്ക്കാനായിട്ടായിരുന്നു ഞാൻ കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉപ്പ, കുട്ടിക്ക എന്ന് പറയും, എല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്. മുഹമ്മദ് കുട്ടി എന്നാണ് അവരുടെ പേര്. മൂത്ത മകനാണ് ശരിക്കും അമീർ മുഹമ്മദ് അല്ലേ. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. ആദ്യത്തിൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ A45 AMGS എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ചാണ്. ശരിക്കും അജ്ഫാൻ ഗാരേജിലേക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? അത് ഉപ്പാക്കൊരു ആഗ്രഹം, എനിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനൊരു വണ്ടി, വലിയ വണ്ടിയൊക്കെ കൂടുതൽ ദൂരയാത്രക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലുള്ള യാത്രകളും ഓഫീസ് ഇങ്ങനത്തെ യാത്രകൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു വണ്ടി വേണം, സേഫായൊരു വണ്ടി വേണം, പവറുള്ളൊരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു തീരുമാനം നമ്മൾ വണ്ടി എത്തിയത്. ഉപ്പാന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്തായി അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എടുത്തു. യെസ്, അതങ്ങനെ തന്നെ. ഞാൻ ചോദിക്കാൻ ചിലപ്പോൾ അജ്ഫാൻ ഗാരേജിൽ ശരിക്കും ഒരുപാട് വണ്ടികളുണ്ട്. അതിനകത്ത് LM ഉണ്ട്, ലെക്സസിന്റെ പല മോഡലുകളുണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്. എനിക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റോൾസ് റോയ്സ് ഒരു പക്ഷേ അജ്ഫാന്റെ കയ്യിലായിരിക്കും. AR1 അല്ലേ? അതെ. ഇത്രയും വണ്ടികൾ, ഒരു വലിയൊരു ലൈനപ്പാണത്. അതിൽ അമീർ ഖാന്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ്? എൻ്റെ ഫേവറേറ്റ് ലെക്സസ് ആണ് കൂടുതൽ. കാരണം 40 വർഷമായി GCC സൗദി അറേബ്യ ദമാമിൽ. അപ്പോൾ ഒരു സ്വദേശിയുടെ ജീവിതം ആയിക്കോട്ടെ, നമ്മളെ വിദേശികളായിക്കോട്ടെ, ഒരു വീക്കെൻഡ് നമുക്ക് എന്തായാലും ഒരു ഡെസേർട്ട് ലൈഫ് ഉണ്ട്. അപ്പോൾ ഈ 2 ലൈഫും കമ്പൈൻ ചെയ്തൊരു വണ്ടി, ലൈഫ് സ്റ്റൈലിന് പറ്റിയ വണ്ടിയാണ് ലെക്സസ് അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെക്സസ് ആകുമ്പോൾ കുറച്ച് പ്രീമിയം ആകുമ്പോൾ ആൾക്കാർ അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും അത് പോലീസിൻ്റെയൊക്കെ ആവാം. പല സ്വദേശികൾ ആ വണ്ടി കണ്ടിട്ട് അവർ ഭയങ്കര അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് വണ്ടി. അതാണ് ആ ഒരു ലെക്സസിന്റെ ഒരു ലോഗോ വാല്യൂ അല്ലേ? ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ഡ്രൈവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അമീർ ഖാന്റെ മനസ്സിൽ ഈ ഒരു വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? A45 മാത്രം എനിക്ക് ഇതിന്റെ ഡിസൈൻ ഒരു നല്ലൊരു ക്യൂട്ട്നെസ്സും ഒരു കോമ്പാക്റ്റ് സിറ്റിയാണ്. കാരണം നമ്മുടെ എല്ലാ വലിയ വണ്ടികളാണ്. ഇതൊന്നും നമുക്ക് സിറ്റി കൂടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ടെൻഷനാണ്. ഇത് പാർക്ക് എവിടെ ചെയ്യും, എവിടെ അതാണ് കൂടുതൽ ടെൻഷൻ വരും. ഇങ്ങനത്തെ വലിയ തട്ടുമോ അല്ലെങ്കിൽ ആ പേടി ഉണ്ടാവും. ഇതാകുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏത് ഗ്യാപ്പ് കൂടെ പോവാം. പിന്നെ അതുകൂടെ തന്നെ ഇതിൻ്റെ പവറാണ് മെയിൻ. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. നല്ലൊരു ഭയങ്കര പവർഫുൾ, ഭയങ്കര റോഡ് വലിക്കും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഒരു പ്രാവശ്യം ഈ വണ്ടി എന്തായാലും മസ്റ്റ് ട്രൈ, ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിംഗ് ചെയ്യാം. കാരണം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഏറെക്കുറെ 1.25 ലക്ഷം, 1.5 കോടി രൂപയോളം വരുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93 lakhs എന്താണ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിന്റെ മൈലേജിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, മൈലേജിന് നമ്മൾ അധികം അങ്ങനെ നോക്കാറില്ല. വണ്ടി മേടിക്കും 0 to 100 3.9 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ശരിക്കും ഭയങ്കര ഐ കാച്ചിങ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു കളറിലെ കളർ ഒരു പേരുണ്ടായിരുന്നു. ഇതിന് AMG ഗ്രീൻ ഹെൽ എന്ന് പറയും, വിത്ത് യെല്ലോ ആക്സെന്റ്. ഈ യെല്ലോ ആക്സെന്റ് വരുന്നതാണ്. ഇത് AMG ഇൻസ്പയർഡ് കളറാണ്. ലിമിറ്റഡ് എഡിഷൻ. അതെ, ലിമിറ്റഡ് എഡിഷന്റെ കളർ വേർഷൻ ആണ് ഇത് വരുന്നത്. അത് ശരിക്കും ഭയങ്കര ഐ കാച്ചിങ് ആയിരിക്കും. ഇതിലൂടെ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ആ ഒരു സൗണ്ടും അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ആവുന്ന സമയത്ത് ഇത് നെക്സ്റ്റ് ലെവലാണ്. സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള പരാതി നിങ്ങൾ പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു അമീർക്ക. താങ്ക് യു സോ മച്ച്. അമീർക്ക ശരിക്കും ഭയങ്കര എന്താ പറയുക, നൈസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ആളുകളിൽ നിന്ന് കുറേ ക്യാരക്ടർ എക്സ്പെക്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഭയങ്കര സപ്പോർട്ടീവാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മളെ കരിയറിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. അതേപോലെ തന്നെയാണ് ഫഹദ്ക്കയും കുട്ടിക്കയും ഒക്കെ തന്നെയും. എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ 2 ആൾ കൂടി ഒന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കണ്ടേ? ഞാൻ കേൾപ്പിച്ചുതരാം.
ഇത് നമുക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളെ AMG A45 ആയിട്ട് ഒന്ന് റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ഒരു കാര്യമല്ല, നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറി ഇരുന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ഡ്രൈവ് മോഡിലേക്ക് ഇട്ട് ആക്സലറേഷൻ കൊടുക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നേരത്തെ അമീർക്ക് പറഞ്ഞതാണ്, വിരലിൽ കൊടുത്താൽ മതി വണ്ടി പോകുന്നതാണ്. അതായത് ആ റെസ്പോൺസ് റേറ്റ് അത്രയും കുറവാണ്. നമ്മൾ ആക്സലറേഷൻ കൊടുക്കാൻ വണ്ടി കാത്തു നിന്നിരുന്ന പോലെ തോന്നും. അതിങ്ങനെ ചെറുതായിട്ടാണ് കൊടുക്കുമ്പോഴേക്ക് വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യണ പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നത് S+, അതായത് സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന ഡ്രൈവ് മോഡിനകത്താണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആക്കിയിട്ടുണ്ട്, പെർഫോമൻസ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റ് നോട്ടും ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആ ഒരു നോട്ടിലേക്ക് ഇതങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് വരികയും പുള്ളിങ് ഉണ്ടല്ലോ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് അതൊരു രക്ഷയില്ല. അതാണ് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കാണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അമേരിക്ക പറഞ്ഞൊരു കാര്യം അല്ലേ, എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. മീൻസ് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അപ്പം തന്നെ കയറി. വണ്ടി ചെറുതായതുകൊണ്ട് നമുക്ക് പവർ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്ലസ്. അതായത് ഇത്രയും വലിയൊരു എഞ്ചിന് ഈ ഒരു ചെറിയ ബോഡി പോലെ തോന്നും. ഇത് ശരിക്കും വലിയൊരു വണ്ടി വലിക്കേണ്ട എഞ്ചിനാണ്. ആ ഒരു ഫീല് ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അതായത് ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യണത് അതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം. ഒന്ന് എഞ്ചിനാണ്, സ്റ്റിൽ ഒരു G-Wagon പോയി. നമ്മളെ G-Wagon ഓറഞ്ച് കളർ, റെഡ് കളർ, ഇന്ത്യയിലെ തേർഡ് G-Wagon ആയിരുന്നു. 2019 എങ്ങനെയല്ലോ എടുത്ത്, 2019. ഞാൻ മോഡൊന്ന് മാറ്റിയിട്ട് റേസ് മോഡിൽ ഞാൻ തൽക്കാലം ഇടുന്നില്ല, പകരം സ്പോർട്ട് മോഡിലിട്ടു. സ്പോർട്ട് മോഡിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടി ഒന്നുകൂടി ഒന്ന് റിലാക്സ് ആയ പോലെ തോന്നിപ്പോയി. സസ്പെൻഷൻ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഇത് വേണ്ടത് നല്ലൊരു റോട്ടിലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഒരു ശരിക്കും നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അതായത് നമ്മൾ ചെറിയ വണ്ടിയാണ്, കോമ്പാക്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്സലറേഷൻ കൊടുക്കുമ്പോഴും നേരത്തെ പറയുന്നത് ഒരു റോഡിനെ പുള്ള് ചെയ്യുന്ന പോലെ, അതായത് ശരിക്കും ഒരു കനപ്പെട്ട സാധനം നല്ല ത്രോട്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഫീലാണ് ശരിക്കും ഇത് കിട്ടുന്നത്. പതുക്കെ പോകാനും ഒരു കുഴപ്പമില്ല. സസ്പെൻഷൻ സ്റ്റിഫ് ആണെന്ന് പറയുമ്പോഴും ഇറ്റ്സ് സ്റ്റിൽ ഗുഡ്. വെറുതെ ആയിരിക്കുമല്ലോ അല്ലേ ശരിക്കും മമ്മൂട്ടി സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. പുള്ളി ഭയങ്കര ഡ്രൈവ് ഇഷ്ടമുള്ള ഒരാളാണ്. കർവിലൊക്കെ എടുക്കുന്ന സമയത്ത് ഓ നൈസ്, കർവൊന്നും ഒരു പ്രശ്നമില്ല കേട്ടാ, സ്റ്റിൽ ഗുഡ്. എനിക്ക് നല്ല ആക്സലറേഷൻ കൊടുത്ത് കൊണ്ടുപോകാൻ ഒരു ചെറിയ പേടി, കാരണം റോഡിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. ഓ മാൻ, യെസ്, ഇത് സ്പോർട്ടാട്ടോ. സ്പോർട്ട് മോഡിലാണ് ഇപ്പൊ ഇത്രയും പെർഫോമൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് മാറ്റി വെക്കാം. S+. സൗണ്ട് നോക്കിയാ അടിപൊളി, സൂപ്പർ. കൊച്ചിയിലെ ഇതേത് അവസ്ഥ അല്ലേ? അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന ഡ്രൈവാണ്. നല്ല ഒതുങ്ങുന്നുണ്ട് കയ്യില്. എത്ര സ്പീഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു വേരിയേഷനും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ വണ്ടി സ്റ്റിയറിംഗില് നമ്മളെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു കോമ്പാക്ട് ഫീൽ. സൂപ്പർ, അടിപൊളി അടിപൊളി. അപ്പോൾ AMG A45ന്റെ ഒരു ഇനീഷ്യൽ ഡ്രൈവിൽ എനിക്ക് കിട്ടിയ ഫീലുകൾ ഇതൊക്കെയാണ്. ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്, കുഞ്ഞൻ വണ്ടിയാണ്, എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള, ആ ക്വാളിറ്റിയുടെ ഒപ്പം തന്നെ കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം എന്നുള്ള നിലക്കാണ് എനിക്ക് ഈ ഒരു A45s ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ ഒരു കാര്യം, താങ്ക്സ് ടു അജ്ഫാൻ ഗ്രൂപ്പ്, ഫഹദക്ക, അമീർക്ക, അതുപോലെ തന്നെ കുട്ടിക്ക, മൂന്നാൾക്കും താങ്ക്സ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇനി ഒരുപാട് കാലം കഴിയണമെന്നാണ്. അപ്പോൾ അവർ വാങ്ങിയൊരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം തന്നതിന് ഒരുപാട് നന്ദി. അത് നമ്മുടെ ചാനലിലും വലിയൊരു മുതൽക്കൂട്ടാണ്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ടു ദം ബോത്ത് ഓഫ് യു. അമേരിക്ക തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.